ഹായ് കുട്ടീസ്, എല്ലാവരും എന്തെടുക്കുക? ഇന്ന് നമ്മൾ ഏത് ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയോ? നിങ്ങളുടെ ഇംഗ്ലീഷ് റീഡർ ഫസ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ വിച്ച് ഈസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. റസ്കിൻ ബോണ്ട് എഴുതിയ ഷോർട്ട് സ്റ്റോറി ആയിട്ടുള്ള അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു ഹാഫ് പാർട്ട് നമ്മളിന്ന് പഠിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, ഇതല്ലാണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റ് തന്നെ പഠിക്കാനുള്ളത്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. മലയാളത്തിന്റെ കഥാ സുൽത്താനായിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്കായി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് വി അബ്ദുള്ളയാണ്. പിന്നെ ഒരു പോയം. പ്രകൃതിയെ ഇത്രയേറെ വർണ്ണിച്ച ഒരു ഇംഗ്ലീഷ് കവി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, വില്യം വേർഡ്സ്വർത്തിനെ പോലെ. അദ്ദേഹത്തിന്റെ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു പോയം കൂടെ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ചാപ്റ്റേഴ്സിന്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും എന്താ നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്നാ പറയുന്ന യൂണിറ്റിന്റെ പേര് തന്നെ. അതെ, ഡെഫിനറ്റ്ലി പ്രകൃതിയായിരിക്കും ഇവിടുത്തെ മെയിൻ ആളല്ലേ. അതെ, പ്രകൃതിയും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു യൂണിറ്റിൽ ഉടനീളം നിങ്ങൾ പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതുവരെ തോന്നാത്ത തരത്തിലുള്ളൊരു പ്രകൃതി സ്നേഹം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി തോന്നും കേട്ടോ. 3 വരികൾ ഇവിടെ തന്നിട്ടുള്ള കണ്ടോ. ദ മൗണ്ടൻ മിസ്റ്റ് ഓവറിംഗ് ഓവർ ദ പൈൻസ് ഇൻ പോൺസ് ആൻഡ് വെയിൽസ് ദ ഹെവൻ. മൗണ്ടൻ മിസ്റ്റ് എന്തിന്റെ മേലെ? പൈൻ മരക്കൂട്ടങ്ങൾക്കും ഈ കുളങ്ങൾക്കും മേലെ ഇങ്ങനെ ഹോവർ ചെയ്തിരിക്കുന്ന മൗണ്ടൻ മിസ്റ്റ് എന്ന് പറയുന്ന അൺവെയിൽസ് ദ ഹെവൻ, നമുക്ക് സ്വർഗത്തിനെയാണ് തുറന്നു കാട്ടിത്തരുന്നതെന്ന് പറയുന്നു. അതൊരു നാച്ചുറലിന്റെ ബ്യൂട്ടി, പലതരത്തിലുള്ള ബ്യൂട്ടി നമ്മൾ വിവരിക്കുന്ന പോലെ മൗണ്ടൻ മിസ്റ്റും കുന്നും അവിടുത്തെ മഞ്ഞും അതുപോലെ പൈൻമരക്കൂട്ടങ്ങളെയും കുളത്തിനെയൊക്കെ പറഞ്ഞ് ഒരു ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചോറൽ റെപ്രസെന്റേഷൻ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വരികളല്ലേ. ഇവിടെ ഒരു പിക്ചർ വന്നിട്ടുണ്ട്, ബ്യൂട്ടിഫുൾ അല്ല ഇത്. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? നാച്ചർ ഈസ് നോട്ട് എ പ്ലേസ് ടു വിസിറ്റ് ഹോം ഡിസ്കസ്. നാച്ചുർ എന്ന് പറയുന്നത്, അതായത് പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് പോയി കാണേണ്ട ഒരു സ്ഥലമല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണെന്ന് പറയുന്നത്. നമ്മുടെ വീട് നമുക്ക് പോയി കാണാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീടിനുള്ളിലാണ് താമസിക്കുന്നത്. അപ്പൊ അത് വീടിനെ പ്രത്യേകിച്ച് നമ്മൾ പോയി കാണേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ നാച്ചുറിനെ നമ്മൾ ഭംഗിയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് പോകുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. കാരണം ഒരിക്കലും നമുക്ക് നാച്ചുറിനെ കണ്ടെത്താൻ പറ്റത്തില്ല. കാരണം നാച്ചുറിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യനെ, ചുരുക്കം പറഞ്ഞാൽ ഈ വരികളുടെ അർത്ഥം ഇതാണ്: മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും ജീവിക്കുന്നത് പ്രകൃതിക്കുള്ളിലാണ്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങളെയും നമ്മുടെ പ്രകൃതിയിൽ നിന്ന് വേർപെടുത്തുക എന്ന് പറയുന്നത്, മാറ്റി ചിന്തിക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ലാത്ത ഒരു കാര്യം എന്ന് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ പാഠത്തിലേക്ക് വരാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറി നമുക്ക് സമ്മാനിച്ച റൈറ്ററിനെ കുറിച്ച് ഒന്ന് നോക്കാം. റസ്കിൻ ബോണ്ട് ആണ് ഇതിന്റെ ഓഥർ. റസ്കിൻ ബോണ്ട് ജനിച്ചത് 1934 മെയ് 19 അദ്ദേഹം is an Indian author of British descent. ബ്രിട്ടീഷ് വംശജനായ ഒരു ഇന്ത്യൻ എഴുത്തുകാരനാണ് അദ്ദേഹം. ഹിസ് ഫാദർ വാസ് an officer at Royal Air Force. അദ്ദേഹത്തിന്റെ പിതാവ് റോയൽ എയർഫോഴ്സിലെ ഓഫീസർ ആയിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ആദ്യ നോവലായിട്ടുള്ള ദ റൂം ഓൺ ദ റൂഫ് രചിച്ചു. ഇറ്റ് ഗോട്ട് ദ ജോൺ ലിവ്ലിയൻ റൈസ് പ്രൈസ് ഇൻ 1957. ആദ്യത്തെ നോവലിൽ തന്നെ ഈ ഒരു അവാർഡ് കിട്ടുകയും ചെയ്തു. ഏത് ഇയറില്? 1957. His first children's book was The Angry River in 1992. അദ്ദേഹത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ ബുക്ക് എന്ന് പറയുന്നത് ദ ആംഗ്രി റിവർ ആയിരുന്നു. അത് അദ്ദേഹം എഴുതിയ വർഷം എന്ന് പറയുന്നത് 1992 ആണ്. ഹി റിസീവ്ഡ് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ടെഹ്റ. അദ്ദേഹത്തിന്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ആയിട്ടുള്ള ആ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ടെഹ്റ എന്ന് പറയുന്ന ആ ഒരു ഇതിന് ഏത് അവാർഡാ കിട്ടി? സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. He was awarded the Padma Shri in 1999 for his contributions to children literature. ബാലസാഹിത്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള രചനകൾക്ക് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചു. ഏത് ഇയറിൽ? 1999. He got the Lifetime Achievement Award in 2017. അപ്പോൾ അദ്ദേഹം സാഹിത്യത്തിന് ആകമാനം സംഭാവന ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് 2017 ലഭിച്ചു. He now lives with his adopted family in Lando near മിസൂറി. അപ്പൊ അദ്ദേഹം ഇപ്പൊ ജീവിക്കുന്നത് മിസൂറിയില് അദ്ദേഹത്തിന്റെ അഡോപ്റ്റഡ് ഫാമിലിയുടെ ഒപ്പമാണ്. അപ്പൊ നമുക്ക് നോക്കാം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഇവിടെ എന്താ പറഞ്ഞേക്കണേ? നാച്ചർ ഈസ് ഫോർ ഓൾ ലിവിങ് ബീയിങ്സ്. മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. നാച്ചർ അതായത് പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. മനുഷ്യന് വേണ്ടിയുള്ള മാത്രമാണോ? അല്ല. അപ്പൊ മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്?
മാൻ ഷുഡ് ലീവ് ഇൻ ഹാർമണി വിത്ത് നാച്ചർ. മനുഷ്യനാണെങ്കിൽ നാച്ചുറുമായിട്ട് വെച്ച് പുലർത്തേണ്ട ഒരു ബന്ധം എന്ന് പറയുന്നത് ഹാർമണി ആയിട്ട് ജീവിക്കണം എന്നാണ്. ഹാർമണി എന്ന് പറഞ്ഞാൽ പ്ലസന്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നാച്ചുറുമായിട്ട് മനുഷ്യൻ എപ്പോഴും സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. ബീങ് വൺ വിത്ത് നാച്ചർ ഈസ് ഓൾവേസ് മെസ്മറൈസിങ്. അതായത് നമ്മുടെ നാച്ചറിന്റെ ഒരു സെപ്പറേറ്റ് പാർട്ട് അല്ല, നമ്മുടെ നാച്ചറിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതെന്ന് പറയുന്നത് ശരിക്കും ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള ഫീലിംഗ് ആണെന്ന് പറയുന്നു. മെസ്മറൈസിങ്ങിന്റെ അർത്ഥം എന്തുവാ? വെരി അട്രാക്റ്റീവ്, ആകർഷകമാണെന്ന് പറയുന്നു. ഹാവ് യു എവർ ഗോട്ട് എ ചാൻസ് ടു സ്പെൻഡ് യുവർ ലീഷർ ടൈം വിത്ത് നാച്ചർ? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പ്രകൃതിയായിട്ട് നിങ്ങളുടെ ഫ്രീ ടൈം, ലീഷർ ടൈം എന്ന് പറയുന്ന ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലെറ്റ്സ് റീഡ് ഹൗ എ ബോയ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് ബ്ലെൻഡഡ് വിത്ത് ദി എസൻസ് ഓഫ് നാച്ചർ. ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ആൺകുട്ടി എങ്ങനെയാണ് നാച്ചറിന്റെ ഈ ബ്യൂട്ടി, നാച്ചറിന്റെ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ബ്യൂട്ടി എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ നാച്ചുറിന്റെ എസെൻസിൽ, നാച്ചുറിന്റെ സത്തയിലേക്ക് അലിഞ്ഞു ചേർന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ എങ്ങനെയാണ് ആ നാച്ചുറിൽ അട്രാക്റ്റഡ് ആയി അതിന് ബ്യൂട്ടി തിരിച്ചറിഞ്ഞതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അഡ്വെഞ്ചേഴ്സ് ഇൻ എ banyan tree. Though the house and grounds of a home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. എന്താ പറയുന്നത്? അതായത് ഈ ഇന്ത്യയിൽ ഇവിടെ ഇത് ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ആ കുട്ടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയുടെ പെർസ്പെക്റ്റീവിലാണ് ഈ കഥ മുഴുവനും പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ കുട്ടിയുടെ വീടും അതുപോലെ വീടിന് ചുറ്റുമുള്ള സ്ഥലമൊക്കെ ഗ്രാൻഡ് ഫാദറിന്റെ ആയിരുന്നു. എങ്കിലും ദ മാഗ്നിഫിസന്റ് ഓൾ banyan tree, ആ ഒരു ആൽമരം, അത്രയും വലിയൊരു ആൽമരം ഈ കുട്ടിയുടേതായിരുന്നു എന്ന് പറയുന്നു. കാരണം എന്താ? ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോnger ക്ലൈംബ് ഇറ്റ്. ഗ്രാൻഡ് ഫാദറിന് ഇപ്പൊ എത്ര വയസ്സായി? 65 വയസ്സായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് എന്തായാലും ഇതിന്റെ മേളില് വലിഞ്ഞു കയറാനൊന്നും പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ കുട്ടിയുടെ സ്വത്തായിട്ട് ഈ ആൽമരം മാറിയിട്ടുണ്ട്. Grandmother used to tease him about this and would speak of a certain Countess of Desmond. That means എപ്പോഴും ഈ കുട്ടിയുടെ അമ്മുമ്മ ഇത് പറഞ്ഞ്, അതായത് ഈ ഒരു ആൽമരത്തിൽ കയറാൻ മുത്തശ്ശിന് കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് കളിയാക്കാറുണ്ട്. എന്നിട്ട് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്നത്, ഈ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ്. അതായത് ലോഞ്ചിറ്റിവിറ്റി എന്ന് വെച്ചാൽ ദീർഘായുസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട് എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു ഇംഗ്ലീഷ് വിമൺ ആണ്. അപ്പൊ ആ ഇംഗ്ലീഷ് വിമൺ എന്ന് പറയുന്നത് 117 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ആൻഡ് വുഡ് ഹാവ് ലിവ് ലോങ് ഇഫ് ഷീ ഹാഡ് ഇൻ ഫാളൻ വൈ ക്ലൈംബിംഗ് ആൻ ആപ്പിൾ ട്രീ. ഒരു ആപ്പിൾ ട്രീ ക്ലൈംബ് ചെയ്യുന്ന സമയത്ത് ആ സ്ത്രീ, ആ വൃദ്ധ താഴെ വീട് മരിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇനിയും അവർ ജീവിക്കുമായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു സ്ത്രീനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പദപ്രയോഗം വന്നിരിക്കുന്നത്, കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. ഓക്കെ, spreading branches of the banyan tree which curved into the ground and took root again. അതായത് ഈ banyan tree അറിയാലോ, ആൽമരം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതല്ലേ. ഇതിന്റെ ബ്രാഞ്ച് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് ഇത് താഴേക്ക് വന്നിട്ട് താഴെ തട്ടിയിട്ട് ഇതിന് ഈ ആൽമരത്തിന് പ്രോപ്പർ റൂട്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ് റൂട്ട് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആൽമരത്തിൽ നിന്ന് താഴെ ഇങ്ങനെ വീണ് കിടക്കുന്ന ഒരു മുടി പോലെ നമുക്ക് തോന്നാറില്ലേ, ആ സംഭവം അതിന്റെ പ്രോപ്പർ റൂട്ട് എന്ന് പറയും. അപ്പം അത് താഴേക്ക് വന്നിട്ട് പിന്നെയും റൂട്ട് എടുക്കും. അപ്പൊ ഈ ആൽമരത്തിന് ഒരു സപ്പോർട്ടാണ്. മാസീവ് ട്രീ ആയതുകൊണ്ട്, വലിയൊരു മരം ആയതുകൊണ്ട് അതിന് നിൽക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണ് ശരിക്കും അത്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർക്സ് ഗവ് മീ എൻഡ്ലെസ് പ്ലഷർ. അപ്പൊ ഈ ഒരു ആൽമരം എന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ ലോകമായിരുന്നു. അത്രയ്ക്ക് പ്ലഷർ ഈ കുട്ടിക്ക് ആൽമരം കൊടുത്തിട്ടുണ്ട്. The tree was older than the house, older than the grandfather, as old as the town of Dehra, nestling in the valley at the foot of the Himalayas. അപ്പൊ ഈ ഒരു മരം നിസാരക്കാരൊന്നും ആയിരുന്നില്ല കേട്ടോ. ഈ മരം എന്ന് പറയുന്നത് ഇവരുടെ വീടിനെക്കാട്ടിലും പഴക്കമുള്ളതും ഇവരുടെ ഈ കുട്ടിയുടെ ഗ്രാൻഡ് ഫാദറിനെക്കാളും പഴക്കമുള്ളതും, പിന്നെ പറയുന്നത് ഡെഹ്റ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഇവർ ജീവിക്കുന്നത്. ആ ഡെഹ്റ പട്ടണത്തോടൊപ്പം പഴക്കമുള്ളതുമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടെയാണ്? നെസ്ലിംഗ് ഇൻ ദ വാലി അറ്റ് ദ ഫൂട്ട് ഓഫ് ദ ഹിമാലയ. ഈ ഡെഹ്റ പട്ടണം എവിടെയാ സ്ഥിതി ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഒരു ഹിമാലയത്തിന്റെ താഴ്വരയിലാണ് ഈ ഒരു പട്ടണം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് ഇവിടെ. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വേഴ്സ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. അപ്പൊ ഈ കുട്ടിയുടെ ഇവിടുത്തെ ആദ്യത്തെ കൂട്ടുകാരൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ചാരനിറത്തിലുള്ള ഒരു അണ്ണാനാണ് ഗ്രേ സ്ക്വിറൽ. ആർക്കിംഗ്
his bag and sniffing into the air, he seemed at first to resent my invasion of his privacy. അപ്പം ഈ കുഞ്ഞ് അണ്ണാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സ്നിഫിങ് എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് പെട്ടെന്ന് ശ്വാസം എടുക്കാം. നമുക്കിപ്പോൾ എലി അണ്ണാനൊക്കെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മൂക്ക് വെച്ച് സ്നിഫ് ചെയ്യില്ലേ, മണം പിടിക്കുന്ന പോലെ. ഓക്കെ, അതാണ് സ്നിഫിങ് എന്ന് പറഞ്ഞത്. അപ്പോൾ എയറിലോട്ട് ഇങ്ങനെ മണം പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ആദ്യം ഇവർ തമ്മിൽ കണ്ടപ്പോഴത്തേക്കും, ഈ കുട്ടീനെ കണ്ടപ്പോഴത്തേക്കും ആളിച്ചിരി പേടിച്ചു. അപ്പം എന്നിട്ട് റെസെന്റ് മൈ ഇൻവാഷൻ എന്ന് പറയുന്നുണ്ട്. റെസെന്റ് എന്ന് പറയുന്നത് ആ കുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് അത്ര താല്പര്യമില്ല, അതിനെ എതിർക്കുക എന്നുള്ളതാണ് റെസെന്റ് എന്ന് പറയുന്നത്. ഇൻവാഷൻ എന്ന് പറയുന്നത്, ഇൻവാഷൻ വേർഡ് മീനിങ് എന്ന് പറയുന്നത് അതിക്രമിച്ച് കടക്കുക, ട്രെസ്പാസ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അനുവാദം കൂടാതെ ഒരാളുടെ സ്ഥലത്തേക്ക് പോകുന്നതാണ് ഒരു ഇൻവാഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ അണ്ണാന് ആദ്യമൊക്കെ ഈ കുട്ടിയുടെ അങ്ങോട്ടുള്ള കടന്നുകയറ്റം, അദ്ദേഹത്തിന്റെ പ്രൈവസി, അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥലത്തേക്കുള്ള അദ്ദേഹത്തിന്റെ, ഈ അണ്ണാനാണെങ്കിലോ ഈ മരം സ്വന്തം സ്വത്തായിട്ട് കണക്കാക്കുക, അങ്ങോട്ട് പോകുന്ന അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് I did not arm myself with a catapult or an air gun, he became friendlier. So അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു അണ്ണാന് പിന്നെ മനസ്സിലായി ഈ കുട്ടിയുടെ കയ്യിൽ എന്തുവാ, കാറ്റപ്പിൾട്ട് എന്ന് പറഞ്ഞാൽ കവണ. നമ്മളിങ്ങനെ കല്ലൊക്കെ അടിച്ചു വിടത്തില്ലേ, പണ്ട് ഫിഗേഴ്സ് കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ നിങ്ങൾ, അതോ എയർഗണോ ഒന്നും കയ്യിലില്ല. അപ്പോ ഇവൻ എന്തുവാ ഫ്രണ്ട് ആക്കാൻ പറ്റിയ ഒരാളാണെന്ന് അണ്ണാന് തോന്നിയിരിക്കണം എന്നാണ് ഈ കുട്ടി വിചാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. And when I started leaving in pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. അപ്പൊ പിന്നെ എന്താ, ഈ കുട്ടിയാണെങ്കിൽ പയ്യെ അതിന് കേക്കിന്റെ പീസസും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എന്താ, ഈ അണ്ണാന് ഈ കുട്ടിയുടെ ഉള്ള പേടി അങ്ങ് പോകാൻ തുടങ്ങി. അദ്ദേഹം കുറച്ചുകൂടെ ധൈര്യമൊക്കെ സംഭരിച്ച് അവസാനം എന്ത് സംഭവിച്ചെന്നറിയോ, ഈ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഫുഡ് വരെ എടുത്ത് കഴിക്കാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടായി. Before long, he was delving into my pockets and helping himself to whatever he could find. Appo he was a very young squirrel and his friends and relatives probably thought him headstrong and foolish for trusting a human. ഇപ്പോ ആൾക്ക് ധൈര്യം വന്നിട്ടുണ്ട്, ഈ അണ്ണാനെ കുഞ്ഞിന് ധൈര്യം വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പോക്കറ്റിൽ കിടക്കുന്ന സാധനങ്ങൾ, പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യാൻ വരെ ഇപ്പൊ ആള് തുടങ്ങിയിട്ടുണ്ട്. ഡെൽവിങ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതാണ്, പെട്ടെന്ന് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. അപ്പം അത്രയും പോക്കറ്റിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് വരെ സെർച്ച് ചെയ്യാനാണെങ്കിൽ അണ്ണാൻ അത്രയും ഫ്രണ്ട്ലി ആയിരിക്കണ്ടേ ഈ കുട്ടിയോട്. അപ്പം അങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പം എന്തുവാ, ഇദ്ദേഹത്തിന്റെ ഫാമിലി ഫ്രണ്ട്സും ഒക്കെ വിചാരിച്ചിരിക്കണം എന്ന് കുട്ടി പറയുകയാണ്. എന്തുവാ, ഒന്നെങ്കിൽ ഈ മനുഷ്യരുമായിട്ട് കൂട്ടുകൂടാൻ. ശരിക്കും പറഞ്ഞാൽ അനിമൽസിന് ഒരു പേടി ഉണ്ടാവില്ലേ, അനിമൽസിന് മനുഷ്യരുടെ അടുത്തേക്ക് വരാനൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ, മനുഷ്യർ ഇന്നത്തെ പ്രവർത്തികൾ അത്രയും നല്ലതല്ലേ. അപ്പം കുട്ടി വിചാരിക്കുവാണ് ഇവന്റെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും എന്തായാലും കരുതി കാണണം. ഒന്നെങ്കിൽ ഇവനൊരു ഫൂൾ ആയിരിക്കണം മനുഷ്യനെ വിശ്വസിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇവന് ഭയങ്കര ധൈര്യവും തലക്കനം, ഹെഡ് സ്ട്രോങ് എന്ന് വെച്ചാൽ തലക്കനമാണ് ഉദ്ദേശിക്കുന്നത്, ഉണ്ടായിരിക്കണം ഈ മനുഷ്യന്റെ അടുത്ത് പോയി ഇതൊക്കെ എടുത്ത് കഴിക്കാനും മനുഷ്യന്റെ കൂടെ കൂട്ടുകൂടി നടക്കാനും. ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red fig birds of all kinds flocked into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താ, സ്പ്രിംഗ് ആവുന്ന സമയത്ത്, വസന്തകാലം വരുന്ന സമയത്താണ് ഈ ബനിയൻ ട്രീയിൽ ഫ്രൂട്ട് ഉണ്ടാകുന്നത്. അപ്പം ഇതിലുണ്ടാകുന്ന ഫ്രൂട്ടിനെ പറയുന്ന പേരാണ് ഫിഗ് എന്ന് പറയുന്നത്, റെഡ് ഫിഗ് ഉണ്ടാവും. ആ സമയത്ത് എന്താ, എല്ലാ തരം കിളികളും ആ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി അവിടെ വരുമായിരുന്നു. ഇപ്പൊ ആരൊക്കെ ഇവിടെ വരുന്നെന്ന് പറഞ്ഞത്, റെഡ് ബോട്ടം ബുൾബുൾ, അതായത് താഴെ ചുവന്ന നിറമുള്ള ഒരു ബുൾബുൾ എന്ന് പറയുന്ന ഒരു പക്ഷി, ചിയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, ഒരു ടൈപ്പ് ചെറിയ കിളികളാണത്. പാരറ്റ്സും ക്രോസും എല്ലാവരും വരും. ഇവർ വന്നിട്ട് സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതേഴ്സ് ഓൾ ദ ടൈം. സ്ക്വാബ്ലിംഗ് എന്ന് വെച്ചാൽ എന്തുവാ, പരസ്പരം അങ്ങോട്ട് ക്വാറലിംഗ്, അതായത് വഴക്കുണ്ടാക്കുകയാണ്. ഈ പരസ്പരം കിളികൾ എല്ലാവരും വഴക്കുണ്ടാക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ഈ പഴത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ കുട്ടി പറയുന്നത് ഭയങ്കര സൗണ്ട് ആയിരിക്കും, ഈ കിളികളുടെ കലപില സൗണ്ട് ആയിരിക്കും ഈ ഒരു സ്പ്രിംഗ് സീസൺ വന്ന് ഈ ആൽമരത്തില് കാ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതാണ് ഈ ഒരു സമയത്ത്, ഈ സ്പ്രിംഗ് സീസണിൽ ഈ ഒരു ബനിയൻ ട്രീയുടെ ചുറ്റുമാണ് എന്തുവാ, ആ ഒരു സ്ഥലത്ത് തന്നെ ഏറ്റവും കൂടുതൽ സൗണ്ട് ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ട്.
Halfway up the tree, I had built a small platform on which I'd often spent the afternoons when it wasn't too hot. I'd read there, propping myself up against the bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. ഓക്കെ, ഈ ഒരു ട്രീയില് ഇവിടെ പറഞ്ഞു വെച്ചാൽ ഹാഫ് ഓഫ് ദ ട്രീ, ഈ ട്രീയുടെ പകുതിയിൽ വെച്ചിട്ട് ഒരു സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു പ്ലാറ്റ്ഫോം പോലെ ഈ കുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചില ആഫ്റ്റർനൂൺസ് ആകുമ്പോഴത്തേക്കും വലിയ ചൂടുണ്ടാവൂല, ഉച്ചയ്ക്ക് ശേഷം വലിയ ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഈ കുട്ടി ആ പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മരത്തിന്റെ മേളിൽ അവിടെ പോയിരുന്ന് അദ്ദേഹം കുറെ ഈ ട്രീയിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് കുഷ്യൻസ്, ഡ്രോയിങ് റൂമിൽ അദ്ദേഹത്തിന്റെ ഹാളിൽ നിന്ന്, കുട്ടിയുടെ വീട്ടിലെ ഹാളിൽ നിന്ന് ഇതൊക്കെ കുഷ്യൻസ് ഒക്കെ എടുത്ത് വെച്ച് നല്ല സെറ്റ് ആക്കിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ അതില് അവിടെ ഇരുന്ന് ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം കുട്ടി വായിക്കുമായിരുന്നു. എന്തൊക്കെയാ വായിച്ചിരുന്ന ബുക്സിന്റെ പേരാ പറഞ്ഞത്. ട്രഷർ ഐലൻഡ് വായിക്കുമായിരുന്നു, ഹക്കിൾബെറി ഫിൻ വായിക്കുമായിരുന്നു, മോഗ്ലി സ്റ്റോറീസ് വായിക്കുമായിരുന്നു. അപ്പൊ ഇത്തരം ബുക്സ് ഒക്കെ വായിക്കുമായിരുന്നു. അപ്പോൾ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ലേ, പുറത്ത് പോയി നല്ല കാറ്റൊക്കെ കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ചൂടില്ലാത്ത ദിവസമാണെങ്കിൽ ഈ ബുക്കൊക്കെ വായിക്കുന്ന. പിന്നെ കുട്ടി പറയുന്നുണ്ട്, when I did not feel like reading, I could look down through the banyan leaves at the wall below, our grandmother hanging up or taking down the washing, at the cook quarreling with the fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insist on springing up all over his very English garden. Usually nothing very exciting happened when I was in the banyan tree, but on particular afternoon I had enough excitement to last me through this summer. അപ്പം ശരിക്കും ചില ദിവസങ്ങളിൽ അത്രയും വായിക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. അപ്പൊ എന്താ, ഈ മേളിലല്ലേ ഇരിക്കുന്നേ, മേളിൽ ഈ കുഷ്യനൊക്കെ വെച്ച് സെറ്റാക്കി വെച്ച് ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്നുണ്ട്. അപ്പം വായിക്കാൻ അത്രയും താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ താഴേക്ക് നോക്കും, ഈ മരച്ചില്ലകളുടെ ഇടയിൽ കൂടെ താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാ സാധാരണ കാണുന്നത്? ഒന്നെങ്കിൽ അമ്മുമ്മ ഈ ക്ലോത്തുകൾ അതിനെ വിരിക്കുന്നതും ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചിടുന്നതും അതിനെ എടുക്കുന്നതും ഒക്കെ ആയിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ പാചകക്കാരൻ ഈ പഴക്കച്ചവടക്കാരനുമായിട്ട് തർക്കിക്കുന്നതോ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന്റെ ഗാർഡനിലെ ഇംഗ്ലീഷ് മാരിഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ജമന്തിപ്പൂ, അതുമായിട്ട് അതിനെക്കുറിച്ച് മുറിവുറുക്കുകയോ ഒക്കെ എന്നുവെച്ചാൽ ഇങ്ങനെ ഈ ഒരു ഇംഗ്ലീഷ് ഗാർഡൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലാൻഡ്സ്കേപ്പിൽ ഉണ്ടാക്കുന്ന ഒരു ഗാർഡനാണ്. ആ ഗാർഡനിൽ പോൺസ് കാണും, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ആർക്കിടെക്ചറൽ കൺസ്ട്രക്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഈ മാരിഗോൾഡ്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഒരു അദ്ദേഹത്തിന്റെ ഗാർഡനിൽ വരും. അപ്പൊ അതിനോട് മുറുമുറുക്ക, അപ്പൊ അതൊക്കെ ആയിരിക്കും സാധാരണ കാണുന്നത്. അപ്പൊ ഇപ്പൊ ഈ തവണ ഒരു സാധാരണ കാണുന്നതിനും അപ്പുറമായിട്ടൊരു സംഭവം ഉണ്ടായി. അതാണ് നിങ്ങളുടെ ചാപ്റ്ററിന്റെ ഇത്. Usually nothing very excited happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. സാധാരണഗതിയിൽ ഒന്നും അങ്ങനെ ഇതല്ലാണ്ട് പ്രത്യേകിച്ച് പുതിയ കാഴ്ചകളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരു ആഫ്റ്റർനൂൺ, ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു, താഴെ നോക്കിയപ്പോഴത്തേക്കും ഇതുവരെ കണ്ടിട്ടില്ലാത്തതും എന്നാൽ ഈ മുഴുവൻ സമ്മറിലും ഈ ഒരു മുഴുവൻ വേനൽക്കാലത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിലനിൽക്കുന്നതുമായിട്ടുള്ള ആ എക്സൈറ്റ്മെന്റ്, ആ ഒരു കാഴ്ച കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് മേ ബി ആ ഒരു സമ്മർ കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പോകത്തില്ലായിരിക്കും. അത്തരത്തിലൊരു സംഭവം ഉണ്ടായി. അപ്പൊ എന്ത് സംഭവം ഉണ്ടായി നിങ്ങൾക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? അപ്പൊ അത് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, ബൈ. അപ്പൊ ഈ ഒരു സെഷനിൽ എന്തെങ്കിലും